വിജയുടെ പുതിയ ഉത്തരവ് 717 മദ്യശാലകൾക്ക് പൂട്ടിടുകയാണ്. വിജയുടെ പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ എല്ലാ പ്രഖ്യാപനങ്ങളും നടപ്പാക്കാൻ കഴിയും എന്ന് തോന്നുന്നുണ്ടോ? എല്ലാ പ്രഖ്യാപനങ്ങളും നടപ്പാക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിപ്പോൾ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് നടപ്പാക്കേണ്ടി വരും. കാരണം 3000 രൂപ പെൻഷനാക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് 60 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കൊക്കെ തന്നെ. അതുകൂടാതെ ഡിപ്ലോമയും അതുപോലെ തന്നെ +2 കഴിഞ്ഞിട്ട് ജോലിയില്ലാതെ നിൽക്കുന്ന ആളുകൾക്ക് 2500 രൂപയും ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് 4000 രൂപയും ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഓരോ കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസും അങ്ങനെ നിരവധി വാഗ്ദാനങ്ങളാണ് കൊടുത്തേക്കുന്നത്. ആ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. പക്ഷെ ഇതെവിടെ കോംപ്രമൈസ് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 10 ലക്ഷം കോടി രൂപയുടെ കടമുണ്ട്. ഈ കടം എന്നൊക്കെ പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം അത് വേണമെങ്കിൽ സമാഹരിക്കാൻ കഴിയാവുന്നൊരു സ്റ്റേറ്റാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ GDP-യിൽ മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നത് തമിഴ്നാടാണ്. കഴിഞ്ഞ തവണ സ്റ്റാലിൻ്റെ ഗവൺമെൻറ് ഇരുന്നപ്പോൾ തന്നെ വലിയ വികസന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സത്യത്തിൽ അവിടെ അഴിമതിയില്ലാതെ ടാക്സ് പിരിച്ചെടുക്കാൻ തീരുമാനിച്ചാൽ ഇതൊക്കെ വളരെ പുഷ്പം പോലെ എളുപ്പത്തിൽ നടപ്പാക്കാൻ പറ്റും. കാരണം നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഒരു തവണത്തെ ബഡ്ജറ്റ് ഒന്ന് 1250 കോടി 1300 കോടിയാണ്. സത്യത്തിൽ വേണമെങ്കിൽ അവർക്കൊരു 2000-2500 കോടി രൂപയുടെ വരുമാനം ഉണ്ടാക്കാൻ കഴിയും. മനസ്സിലായി? ഇത് കൃത്യമായി പിരിച്ചെടുക്കാത്തതുകൊണ്ടാണ്. ഞാനിപ്പോൾ താങ്കളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തവണ ഈ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ജ്വല്ലറി, ഞാൻ പേര് പറയുന്നില്ല, അവർ എറണാകുളത്ത് നിന്നുള്ള ഒരു ജ്വല്ലറി കൊടുത്തേക്കുന്നത് ഒരു കൊല്ലം വിറ്റേക്കണമെന്ന് പറയുന്നത് 365 ഗ്രാമാണ്, അല്ലെങ്കിൽ 420 ഗ്രാമിനടക്കാണ്, 420 പവനിനടക്കാണ്. ഈ 420 പവൻ എന്ന് പറഞ്ഞാൽ അവർ ഒരു ദിവസം വിൽക്കുന്ന 1 പവനേ ഉള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായ? അപ്പൊ അത്തരത്തിലാണ് കണക്കുകൾ കൊടുക്കുന്നത്. അപ്പൊ ആ കണക്ക് ഇപ്പൊ ഇതിൽ ഏറ്റവും വലിയ ഞാൻ വേറെ കോമഡി താങ്കളോട് പറയാം. നമ്മൾ ഈ കടം ടാക്സ് എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഇത് വലിയ പ്രശ്നമാണെന്നൊക്കെ തോന്നുന്നു. ഇതൊന്നും പ്രശ്നമല്ല. ഇപ്പൊ ഈ AP അഹമ്മദ് എന്ന് പറഞ്ഞാൽ മലബാർ ഗോൾഡിന്റെ ഓണറുണ്ട്. മലബാർ ഗോൾഡിന്റെ ഓണർ ഗവൺമെന്റിന് ഒരു കത്ത് കൊടുത്തിട്ടുണ്ടായി പിണറായി വിജയൻ. എന്ത് പറയാതറിയോ? ജ്വല്ലറികളിൽ ടാക്സായി പിരിച്ചെടുക്കുന്നത് കേവലം 50,000 കോടി മാത്രമാണ്. ശരിക്കും അവിടെ നിന്ന് 2 ലക്ഷം കോടി പിരിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആരും തന്നെ ടാക്സ് അടക്കുന്നില്ല. ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ടാക്സ് അടക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് മനോവേദനയിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇത് നമ്മളിപ്പോ പെട്ടെന്ന് കേൾക്കുമ്പോ കേരളത്തിൽ 6 ലക്ഷം കോടി രൂപ കടം, ഈ പറയുന്ന 10 ലക്ഷം കോടി രൂപ കടം എന്നൊക്കെ നമുക്ക് തോന്നും. ശരിക്കും കേന്ദ്ര ഗവൺമെന്റ് കടം എനിക്ക് തോന്നുന്നു 200 ലക്ഷം കോടി രൂപയിലധികമാണ്. അപ്പൊ ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇക്കാലത്തുള്ള ഒരു പൊളിറ്റിക്സിനെ സംബന്ധിച്ചോളം ഇതൊന്നും നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല. കാരണം തമിഴ്നാട്ടിൽ വലിയ രോഷം ഉണ്ടാവും. അപ്പൊ അത് നടപ്പിലാക്കിക്കൊണ്ട് മാത്രമേ ഈ പരിപാടികൾ എന്ത് ചെയ്യാൻ പറ്റൂ, നടക്കാൻ പറ്റൂ, പദ്ധതികൾ നടപ്പാക്കാൻ പറ്റൂ. പിന്നെ തമിഴ്നാട്ടിലാവുമ്പോൾ ഈ പദ്ധതികളിലേക്ക് പിന്നിൽ അവർക്കൊരു പദ്ധതി വേറെ ഉണ്ടാവും. ഉദാഹരണം ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വീടുകളിലേക്കും ഫ്രീ ആയി ടെലിവിഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ആഹാ എത്ര സുന്ദരമായ പദ്ധതിയാണെന്ന് തോന്നും. എന്താ സംഭവിച്ചത് താങ്കൾക്കറിയോ? സൺ എന്ന് പറയുന്ന TV-യുടെ സബ്സ്ക്രിപ്ഷൻ 20 ഇരട്ടിയായിട്ട് കുതിച്ചു കയറുകയും അവരുടെ വരുമാനം എന്ന് പറയുന്നത് 9,000 കോടി രൂപയുടെ അസറ്റ് വാല്യൂലേക്ക് എത്തുകയും ചെയ്തു. എന്താ കാര്യം എന്നറിയോ? നിങ്ങൾ ഗവൺമെന്റിൽ നിന്നിട്ട് ഒരു TV ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോവാണ്. അപ്പൊ നിങ്ങളോട് പറയാണ്, സൺ ഡയറക്റ്റിന്റെ ഒരു കണക്ഷൻ 299 രൂപ എടുത്തോ, ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ റെഡിയാക്കി തരാന്ന് പറയാണ്. ആര്? നേരത്തെയുള്ള ഗവൺമെന്റ്, കർണാടക ഗവൺമെന്റ് ഇരുന്നുണ്ട്. അപ്പൊ സൺ ഡയറക്റ്റിന്റെ കണക്ഷൻ എടുക്കുകയാണ്. ആളുകൾ എന്ത് ചെയ്യാണ്? ഒരു TV കിട്ടുകയാണ്. നമ്മൾ ആരെയാണെങ്കിലും എടുക്കും. ഒറ്റടിക്ക് എന്ത് സംഭവിച്ചു? സൺ ഡയറക്റ്റ് വലിയ തോതിൽ കുതിച്ചു കയറുകയും അവരുടെ ഷെയർ മാർക്കറ്റ് വാല്യൂ കൂടുകയൊക്കെ ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റിന് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ തന്നെ അവിടെ വിജയുടെ ഗവൺമെന്റിൽ മന്ത്രിയായി വന്നേക്കണ ആരാന്നറിയാം? മാധം അർജുന എന്ന് പറയുന്ന ഒരു കക്ഷിയാണ്. ഈ കക്ഷി എന്ന് പറയുന്നത് സാന്റിയാഗോ മാർട്ടിന്റെ മകളുടെ ഭർത്താവാണ്. പുതുച്ചേരിയിൽ മന്ത്രിയായിട്ട് വന്നേക്കുന്നത് സാന്റിയാഗോ മാർട്ടിന്റെ മകനാണ്. ഭാര്യയാണെങ്കിൽ AIDMK-യിലാണ്. പിന്നെ DMK-യിൽ മാത്രം പുള്ളിയുടെ ആരുമില്ല. ആ DMK-യിൽ പുള്ളിക്ക് ആരെ ആവശ്യമില്ല. കാരണം എന്താണെന്നറിയാമോ? കഴിഞ്ഞ തവണ ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത ഏറ്റവും വലിയ പാർട്ടി അവരാണ്. ആ ഇലക്ട്രൽ ബോണ്ട് 1300 കോടി രൂപ കൊടുത്തതിൽ 500 കോടി രൂപയും കൊടുത്തത് DMK-ക്കാണ്. മനസ്സിലായി? പിന്നെ DMK ഒരു മാസം അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വരുമാനം 30,000 കോടിയാന്ന് പറയണം. ഒരു മാസം ലീക്കായിട്ട് ടെലിഫോൺ കോളുകൾ വന്നിട്ടുണ്ട്. 30,000 കോടിയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഈ പ്രഖ്യാപനങ്ങളൊക്കെ എന്ത് ചെയ്യാം?
നടപ്പാക്കാം. അപ്പൊ ഈ വിജയ് പറയുന്നത് ഞാൻ ഒരു രൂപ പോലും മക്കളുടെ ഫണ്ട് എന്ത് ചെയ്യില്ല, കൈകൊണ്ട് തൊഴില എടുക്കില്ലെന്നാണ്. അദ്ദേഹം വേണമെങ്കിൽ അത് എടുക്കാതിരിക്കാം, കാരണം അതിന്റെ ആവശ്യമുള്ളൂ. കാരണം 200-230 കോടി രൂപ FD ആയിട്ട് ബാങ്കിൽ കിടക്കുകയാണ്. ഒരു വർഷം 10% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ 20 കോടി രൂപ എന്ത് കിട്ടും? 20-23 കോടി രൂപ എന്ത് കിട്ടും? ഒരു വർഷത്തെ പലിശീനത്തിൽ തന്നെ ഇങ്ങോട്ട് കിട്ടും. അങ്ങനെ ഒരു പൊതുവായിട്ട് തമിഴ്നാട്ടിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണോ വിജയ് ഒരു അല്ല, തമിഴ്നാട് നന്നാക്കാൻ വേണ്ടി മാത്രമൊക്കെ നിൽക്കൽ വല്ലാതെ ബുദ്ധിമുട്ടാണ്. കാരണം അദ്ദേഹത്തിന് കൂടുതൽ ആളുകൾ എന്ന് പറയുന്നത് ഇപ്പൊ ഐപാക്കിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വനിതയുണ്ട്. അവരാണ് ഇതിന്റെ സ്ട്രാറ്റജി മുഴുവൻ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനൊരു ഒരാഴ്ച 10 ദിവസത്തോളം ഞാൻ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നതാണ്. ഞാൻ പലരെയും കോണ്ടാക്ട് ചെയ്തതാണ്, എനിക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ഒന്നും രാഷ്ട്രീയത്തിൽ വളരെ സംശുദ്ധമായിട്ടൊന്നും നിൽക്കൽ പോസിബിൾ അല്ല. അങ്ങനെ നമ്മൾ നിന്നാൽ തന്നെ നമ്മൾ അടിച്ച് തകർന്നു പോയി വരും. കാരണം ജനത്തിന് പോലും നമ്മൾ ആവശ്യം വരില്ല. നമ്മൾ വളരെ കൃത്യമായി ഇതിനൊരു മാനേജ് ചെയ്ത് നരേറ്റീവ് ഉണ്ടാക്കി നമ്മൾ മീഡിയകളെയൊക്കെ സ്വാധീനിച്ചുകൊണ്ടുള്ള പരിപാടി മാത്രമേ ഇന്ത്യ രാജ്യത്ത് നടക്കൂ. എന്നിട്ട് ഇവർ ജനത്തോട് മുഴുവൻ പറയും നിങ്ങൾ ഭയങ്കര പ്രബുദ്ധരാണ്, ബുദ്ധിമാന്മാരാണെന്നൊക്കെ പറയും. അങ്ങനെ ബുദ്ധിമാന്മാരാണെന്ന് തെറ്റിദ്ധരിപ്പിക്കലാണ് ആദ്യം തന്നെ അവർ പറ്റിക്കാനുള്ള ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നത്. അപ്പോൾ തമിഴ്നാട്ടിൽ ഇത്തരത്തിലുള്ളൊരു വേവ് ഉണ്ടായിട്ടുണ്ട്. ആ വേവ് ഉണ്ടായെന്ന് വെച്ചാൽ DMKയും AIDMK ഏത് വന്നാലും അഴിമതിയാണെന്ന് ജനത്തിന് കൃത്യമായിട്ട് അല്ല. വരുന്ന രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അവരുടെ പോക്കറ്റും കൂടെ വീർക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? അല്ല, ഞാൻ പറയുന്നത് തുറന്ന്. പക്ഷേ ജനങ്ങൾക്ക് നമ്മൾ ഇപ്പോൾ ഇത്രയും രണ്ട് മുന്നണികളെയും മടുത്തിട്ടാണ് ജനം വിജയിലേക്ക് തിരിയുന്നത്. പിന്നെ വ്യക്തിപ്രഭാവം ഉണ്ട് ഒരു നടൻ എന്നുള്ള നിലയിൽ. പക്ഷെ അപ്പോഴും വിജയ് വരുമ്പോൾ അവരുടെ മക്കൾ ഈ ഇളയ ദളപതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു എന്താ പറയുക, ഒരു ബിൽഡപ്പ് ഉണ്ടല്ലോ. ആ ബിൽഡപ്പിൽ നിന്ന് ഒരു സാധാരണക്കാരൻ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളും ഉണ്ടാവില്ലേ? ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ പ്രജിത? ഇതിപ്പോൾ വളരെ പ്രജിത പറഞ്ഞ ചോദ്യം വളരെ കൃത്യമാണ്. പക്ഷെ ഞാൻ അതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഈ ജനത്തിന് ഇപ്പം എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ജനം കൂടുതൽ അബദ്ധങ്ങളിലേക്കും മണ്ടത്തരങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുന്നു 3000 രൂപ പെൻഷൻ, അല്ലെങ്കിൽ ഈ പറയുന്ന വനിതകൾക്ക് സൈക്കിൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുന്നു പണം കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് വേറെ എവിടെയെങ്കിലും കോംപ്രമൈസ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണം ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൊച്ചിൻ കോർപ്പറേഷനിലാണ് നമ്മളിരിക്കുന്നത്. കൊച്ചിൻ കോർപ്പറേഷനിൽ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് കൃത്യമായിട്ട് വരാത്തത് എന്തുകൊണ്ടാണെന്നറിയാം? അല്ലെങ്കിൽ വരാൻ വൈകിയത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് വെക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപ വേണം. ആ കോടിക്കണക്കിന് രൂപ മുടക്കിയതുകൊണ്ട് ജനത്തിനൊരു താല്പര്യവും തോന്നില്ല. പകരം ഒരു 20,000 പേർക്ക് ഒരു കോഴിയും ആടും ഫ്രീ ആയിട്ട് കൊടുത്തു നോക്കുമ്പോൾ ആളുകൾക്ക് എന്തുണ്ടാവും? ഞാൻ പറഞ്ഞു മനസ്സിലായത് നിങ്ങൾക്ക്? അതായത് വലിയൊരു പ്രൊജക്റ്റോ നമ്മുടെ ഭാവിയിലേക്കുള്ളൊരു പ്രൊജക്റ്റോ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്തരം ഗുണകരമായിട്ട് അത് എന്ത് ചെയ്യില്ല, തോന്നില്ല. ഇപ്പം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് കൃത്യമായിട്ട് നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെയും പ്രജിതയുടെയും കയ്യിൽ നിന്ന് 10,000-20,000 രൂപ വീതം പോകാതിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പുക ശ്വസിക്കുകയും മാലിന്യം ശ്വസിക്കുകയും ചെയ്യുമ്പോഴുള്ള അസുഖമോ രോഗമോ നമ്മൾ തിരിച്ചറിയില്ല. അതേസമയം ഒരു ഗവൺമെൻറ് നമ്മുടെ കയ്യിലേക്ക് 5,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ പ്രതിമാസം തന്നിട്ട് നമ്മളെ ചിലപ്പോൾ 25,000 രൂപയുടെ രോഗിയാക്കുന്ന പരിപാടി ചെയ്താലും നമ്മളത് തിരിച്ചറിയാതെ പോകും. മനസ്സിലായോ? അതാണ് അതിന്റെ ഏറ്റവും വലിയ. പക്ഷേ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഒരുപാട് മാറിയില്ലേ ജനം? ഇപ്പൊ പല കാര്യങ്ങളും നമ്മൾ തന്നെ നെറ്റിൽ നോക്കിയിട്ട് ഞാൻ കാണുന്നതാണ്. സാധാരണക്കാരനായാലും ഗൂഗിളൊക്കെ ചെയ്ത് ഇങ്ങനെ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്ത് വേണം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്നിട്ട്, മറ്റത് ഈ രാഷ്ട്രീയക്കാർ പറയുന്ന കാര്യങ്ങൾ അതേപടി വിശ്വസിച്ച് ഈ ക്യാപ്സ്യൂൾസ് വിഴുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ജനത്തിന് അറിയാമല്ലോ ഞങ്ങൾക്ക് വേണ്ടത് ഇതാണ്. ഇപ്പോൾ യുവജനങ്ങളാണെങ്കിൽ അവർക്ക് കൃത്യമായ തൊഴിൽ വേണം, കൃത്യമായൊരു വേതനം വേണം. പലരും വിദേശങ്ങളിലേക്ക് പോകുന്നുണ്ട്. ആ വിദേശത്തെ വേതനം വേണ്ടെന്ന് വെച്ചാൽ ഇവിടെ നിൽക്കാൻ പോരുന്ന ഇൻഫ്രാസ്ട്രക്ചർ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ലേ വേണ്ടത്? ഇതൊക്കെ വലിയൊരു പാരഡോക്സും വൈരുദ്ധ്യമൊക്കെയാണ്. ഞാനിത് പറയുമ്പോൾ ഇപ്പോൾ താഴെ കമൻറ്റുകളൊക്കെ വരാൻ പോകുന്നത് മിക്കവാറും എതിരായിട്ടായിരിക്കും. യഥാർത്ഥത്തിൽ ഇതെല്ലാം സംഭവിക്കുന്നത് ലോകം മുഴുവൻ. നമ്മൾ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്ന അമേരിക്ക മുതൽ നോർവേ മുതൽ സ്വീഡൻ മുതൽ നിരവധി രാജ്യങ്ങൾ എടുത്തു വെച്ച് ചോദിക്കോ, ഇന്ത്യയിലടക്കം എടുത്തു വെച്ച് ചോദിക്കോ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്, ജനത്തിനത് ക്രോസ് ചെയ്യാൻ കഴിയുന്ന സാധനങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ സോഷ്യൽ മീഡിയയെ കൃത്യമായി മാനേജ് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായി ഇതിനെല്ലാം തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന ആളുകൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ അമേരിക്കയിൽ എങ്ങനെയാണ് ട്രംപ് അധികാരത്തിൽ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ്സും ബ്ലാക്സും തമ്മിലുള്ളതും വംശീയവുമായിട്ടുള്ള ഈ പറയുന്ന പോലെ ഇത് കൂട്ടിക്കൊണ്ടാണ്. ഇന്ത്യ മഹാരാജ്യത്തും അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പക്ഷേ പലപ്പോഴും വിചാരിക്കുന്നത് ജനത്തിന് ശരിയാണ്, ഇത് സെർച്ച് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ആ സെർച്ച് ചെയ്യുന്നതിലൂടെ പോലും
തെറ്റായ ഇൻഫർമേഷൻസും അറിയാതെയുള്ള ചില ധാരണകളും ചില ഈ പറയുന്ന പോലെ തെറ്റായ കാര്യങ്ങളും ജനങ്ങളുടെ ഉള്ളിലേക്ക് ഫീഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഫീഡ് ഇപ്പം തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വിജയ് എന്ന് പറയുന്ന ഒരു നടന്റെ പ്രതിച്ഛായ എന്താണ്? അദ്ദേഹം സിനിമകളിലൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രതിച്ഛായയാണ്. അപ്പം മനസ്സിലായോ? പിന്നെ അദ്ദേഹം നിരവധി വിഷയങ്ങളിൽ ഇപ്പോൾ കൂടംകുളം താപനിലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെടിവെപ്പിലും അതുപോലെ തന്നെ കരൂരുണ്ടായിട്ടുള്ള ദുരന്തത്തിലുമൊക്കെ തന്നെ അദ്ദേഹം ചെന്ന് നേരിട്ട് കണ്ട് പണം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ പണം കൊടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുന്നതൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ കൃത്യമായി പ്രചരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അവർ അധികാരത്തിലേക്ക് വരുന്നത്. അത് ലോകം മുഴുവൻ അങ്ങനെ തന്നെയാണ്. പലപ്പോഴും നമ്മുടെ മുമ്പിൽ എല്ലാ ഇൻഫർമേഷൻസും അവൈലബിൾ ആണെന്ന് നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവുകയും എന്നാൽ മറ്റാരൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുകയാണ്, എത്തിപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്ന വേറൊരു ടോപ്പിക്കാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ താങ്കളോട് ചെറിയൊരു ഉദാഹരണം കൂടി പറയാം. ഞാനിതിനെക്കുറിച്ച് വളരെ വിശദമായി പഠിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാനൊരു ഉദാഹരണം പറയാം. പ്രഭാവോ സുബിയാന്തോ എന്ന് പറഞ്ഞ ഇന്തോനേഷ്യയിലെ ഒരു പ്രസിഡന്റ് ഉണ്ട്. ആ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് അതിക്രൂരനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. നിങ്ങൾ എടുത്തു നോക്കിക്കോ, ടിക്ടോക്ക് വീഡിയോകളിലൂടെ മാത്രം പുള്ളി ഒരു ഇമേജ് ഉണ്ടാക്കി. എന്താണെന്നറിയോ? ഒരു വളരെ ഇഷ്ടപ്പെടുന്ന മുത്തച്ഛനായിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടാക്കി. കുട്ടികളോടൊപ്പം ഡാൻസ് ചെയ്യുന്ന വീഡിയോകൾ ഇട്ടുകൊണ്ടാണ്, ചെറിയ കുട്ടികളോടൊപ്പം. അപ്പോൾ ക്രൂരനായ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഇമേജ് 2 കൊല്ലം കൊണ്ട് മാറുകയും അദ്ദേഹം ആർക്കും കെട്ടിപ്പിടിക്കാൻ തോന്നുന്ന ഗമോയ് എന്ന് അവിടെ പറയും മുത്തച്ഛനായി മാറുകയും ചെയ്തിട്ടുള്ള ഒരു ഇമേജ് കൃത്യമായി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഇലക്ഷൻ ജയിച്ചു. അപ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞില്ല നമുക്ക് കൃത്യമായ കാര്യം അറിയാൻ വേണ്ടി നമ്മളിത് ഉപയോഗിക്കുന്നതാണ്. അല്ല, നമ്മൾ അറിഞ്ഞോ അറിയാതെ എന്ത് ചെയ്യും? ഇപ്പം കേരളത്തിൽ പോലും നിരവധി MP-മാരുണ്ട്, ഒരു രാഷ്ട്രീയവും പറയാറില്ല. നിങ്ങൾ എടുത്തു നോക്കിക്കോ, അവരുടെ റീലുകൾ കാണാം, അവർ ആളുകളായിട്ട് സംവദിക്കുന്ന കാണാം, അവരെ പോകുമ്പോഴത്തേക്കും എന്താണ് ഇപ്പോൾ ആളുകൾ കെട്ടിപ്പിടിച്ച് കരയുന്നത് കാണാം. ഇതൊക്കെ കണ്ട് നമ്മൾ അറിയാതെ എന്ത് ചെയ്തു പോകും, അവിടെ ഒരു ഇഷ്ടം തോന്നിപ്പോ. അല്ലാതെ യാഥാർത്ഥ്യവും ഇതൊന്നുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. സത്യം പറഞ്ഞ സോഷ്യൽ മീഡിയ ഇത്തരത്തിലുള്ള ഇമേജ് മാനേജ് ചെയ്യാം. നിങ്ങൾ നാളെ പ്രജിത സത്യം പറഞ്ഞ ഒരു 10 കോടി രൂപ കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് പറയാം പ്രജിതയെ മകാനായി ഉയർത്തി കാണിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? ചെയ്യാം. അത് അവിടെ ആ സാധ്യതകളുണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെ ഇവിടെയുള്ള 2 ചാനലുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, അവര് യഥാർത്ഥത്തിൽ VD സതീശൻ മുഖ്യമന്ത്രി ആകണമെന്ന് പറഞ്ഞ് വലിയ പ്രചണ്ഡമായിട്ടുള്ള പ്രചരണം നടത്തുകയാണ്. പക്ഷെ ജനത്തിന് മനസ്സിലായിട്ടില്ല അവർ ഈ ഒരു സൈഡ് ചേർന്ന് നിൽക്കുകയാണ്. അപ്പൊ അതുപോലെ ഈ പറയുന്ന ഒരു നരേറ്റീവ് കൃത്യമായിട്ട് ഉണ്ടാക്കുക. ഇപ്പൊ തന്നെ പ്രജിത പറഞ്ഞില്ലേ 10 ലക്ഷം കോടി രൂപ കടം. കേൾക്കുമ്പോൾ അവള് ഞെട്ടാണ്. 10 ലക്ഷം കോടി രൂപ കടം. ശരി, 6 ലക്ഷം കോടി രൂപ കടം. പക്ഷേ ഇനി ഒരു കാര്യം, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് കടം പറയാതിരിക്കും. അത് പറയുന്നുണ്ടല്ലോ. അല്ല, ഞാൻ പറയുന്നത് ശരിക്കും കേന്ദ്ര ഗവൺമെന്റ് കടം പറഞ്ഞാൽ നമ്മൾ എന്തോരം ഞെട്ടണം. ഈ കടം എന്ന് പറയുന്നത് നേരത്തെ സാറ് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, പൊതുവായിട്ടൊരു കടം സ്വാഭാവികമായിട്ടും വരും. അതിൻ്റെ ഒരു രീതി അതങ്ങനെയാണ്. പക്ഷേ ഇപ്പൊ ഈ 10 ലക്ഷം കോടി രൂപ കടം എന്ന് പറയുന്നത് സത്യപ്രതിജ്ഞയ്ക്കിടെ വിജയാണ്. സാറത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയണം, സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ അത്രയും പേരെയും ഞെട്ടിച്ചുകൊണ്ട് വിജയ് പ്രഖ്യാപിക്കണം 10 ലക്ഷം കോടി രൂപയുടെ കടവുമായിട്ടാണ് ഞാൻ ഈ ഭരണം ഏറ്റെടുക്കുന്നത്. അപ്പൊ ജനം വിചാരിക്കുന്നത് 10 ലക്ഷം കോടി രൂപ കടമുണ്ട്, എന്നിട്ടും വിജയ് ഇത് ഏറ്റെടുക്കുകയാണ്. അപ്പൊ ഇനി ഈ പ്രഖ്യാപനങ്ങളൊക്കെ അദ്ദേഹം എത്ര ബുദ്ധിമുട്ടിലൂടെ ആയിരിക്കും നടപ്പാക്കാൻ പോവുക എന്നുള്ള നെറേറ്റീവ് കൂടിയല്ലേ അപ്പൊ അവിടെ വെക്കുന്നത്. ഈ വിജയുടെ പ്രസംഗം തന്നെ നിങ്ങൾ അറിയേണ്ടത് കൃത്യമായിട്ട് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് എന്ന് പറയുന്ന ഒരു വിങ് കൃത്യമായിട്ട് ഉണ്ടാക്കി ഒരു PR ഗ്രൂപ്പ് എഴുതി കൊടുത്തിട്ടുള്ള കാര്യമാണ്. ഇപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സാന്റിയാഗോ മാർട്ടിൻ്റെ മകളുടെ ഭർത്താവിന് അങ്ങനെ 2 കമ്പനികളുണ്ട്. ആ കമ്പനികൾ റിസർച്ച് ചെയ്ത് എഴുതി കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് താങ്കളും ഞാനും ഒക്കെ പോലും 10 ലക്ഷം കോടി രൂപ കടമെന്നുള്ളത് എന്ത് ചെയ്ത്. ഇനി ഞാൻ ഉറപ്പിച്ചൊരു കാര്യം താങ്കളോട് പറയട്ടെ, ഇന്ന് താങ്കളത് എഴുതി വെച്ചോ, നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ വിജയ് ഇറങ്ങിപ്പോകുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ കടമുണ്ടാവും. സ്വാഭാവികം. അപ്പൊ ഇത് ഇനി കേരളത്തിന് ഈ 6 ലക്ഷം രൂപ കടമെന്ന് പറയുന്നില്ലേ, ഇതിന് മുമ്പുള്ള ഗവൺമെന്റ് ഇരുന്നപ്പോൾ 1.5 ലക്ഷമായിരുന്നു, അത് ഉമ്മൻചാണ്ടി ഇരുന്നപ്പോൾ 3 ലക്ഷമായി, അടുത്ത ഗവൺമെന്റ് വന്നപ്പോൾ അത് എന്ത് ചെയ്തു 6 ലക്ഷമായി. ഇങ്ങനെ ഇരട്ടിയായി 5 കൊല്ലം കൂടുമ്പോൾ കടം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതെല്ലാം നമ്മൾ ഒരു പുറമേ കാണിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഇവർ വിചാരിച്ചാൽ ഈ കടം മുഴുവൻ തീരും. എന്താണെന്നറിയോ? കൃത്യമായി ടാക്സ് പിരിച്ചെടുക്കാനും കൃത്യമായി തനത് വരുമാനം കൃത്യമായി മേടിക്കാനും തീരുമാനിച്ചാൽ ഈ കടം മുഴുവൻ എന്ത് ചെയ്യും, തീരും. പക്ഷെ അതൊന്നും ഇവർ ശ്രമിക്കില്ല. താങ്കൾക്ക് അറിയാത്ത, ഇപ്പം ഞാൻ വേറൊരു ടോപ്പിക്കാണ്, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. വോഡാഫോൺ ഐഡിയ എന്ന് പറയുന്ന ഒരൊറ്റ പാർട്ടിക്ക് വേണ്ടി കഴിഞ്ഞോടെ കേന്ദ്ര ഗവൺമെന്റ് 830 കോടി രൂപയുടെ പോളി പ്രൊപ്പലിൻ ടാക്സ് എന്ന് പറഞ്ഞ ടാക്സാണ് അങ്ങനെ വേവ് ചെയ്ത് കൊടുത്തത്. ഈ ഇവിടെയുള്ള വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി 1 ലക്ഷം കോടി രൂപയുടെ ഈ ടാക്സ് അടക്കേണ്ടതാണ് ഇത് ചെയ്തിട്ടുള്ളത്, വേവ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, വേണ്ടെന്ന് തോന്നി കൊടുത്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഇവർക്ക് ഈ കടത്തിനെ കുറിച്ച് വലിയ പേടിയൊന്നും ഇല്ല.